മരണം വരുമൊരു നാളോർക്കുക മർത്യാനേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാനേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ. തിരമാലകളാൽ പിങ്ങിമറിഞ്ഞിളകും കടൽ പോലെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാനേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലർത്തുന്നു. മരണം വരുമൊരു നാളോർക്കുക മർത്യാനേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. കർത്താവേ, നിന്റെ കാരുണ്യത്തെ ഞങ്ങൾ പുകഴ്ത്തുകയും മനുഷ്യവർഗത്തിന്റെ പാലകനായ നിന്റെ അനുഗ്രഹത്തെ ആരാധിക്കുകയും നിന്റെ മഹനീയമായ സ്ത്രീത്വത്തെ നിരന്തരം സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവെ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുതേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവെ, എന്നോട് കരുണ തോന്നണമേ, എന്തുകൊണ്ടെന്നാൽ ഞാൻ ദുർബലനാകുന്നു. കർത്താവെ, എന്നെ സുഖപ്പെടുത്തണമേ, എന്തുകൊണ്ടെന്നാൽ എന്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു. എന്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു. കർത്താവെ, നീ എത്രത്തോളം വൈകും? നീ എന്നെ തൃക്കൺ വാർത്ത് എന്റെ ആത്മാവിനെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവെ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുതേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവെ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ സ്ത്രീത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്നിൽ നിന്നു ഞാൻ എവിടെ പോകും? എവിടെയൊളിക്കും കർത്താവേ? നിൻ സന്നിധി വിട്ടെങ്ങോടും ഞങ്ങൾ. ആകാശം നിൻ പാർപ്പിടമല്ലോ, കരയും കടലും നിറയുന്നോനേ. പാതാളത്തിലും അവിടം നല്ലോ വാഴും നിവിടെയൊളിക്കും ഞങ്ങൾ. പൂർണ്ണമായി നീ അറിയുന്നു
വലുതാണതുപോലങ്ങേ കൃപയും വലുതെന്നറിയൂ ഞങ്ങളെ. കാരുണ്യം നീ കാണിക്കായിൽ നരകണമാകെ നശിക്കും നൂനം. നാഥ നിന്നുടെ മാംസവിനങ്ങൾ കൈക്കൊണ്ടവരെ കൈവെടിയല്ലേ. എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ നീ കൈകൾ വെച്ചു, ആദിയിലലിവൊടു ജന്മം നൽകി. മർത്യനു നിന്നുടെ രൂപവുമേകി, പാപം ചെയ്തു നിനക്കെതിരായി. കോപം പൂണ്ടു നശിപ്പിക്കല്ലേ. നാഥ നിന്റെ അനുഗ്രഹപൂരം വർഷിക്കണമേ ഞങ്ങളിലെല്ലാം. മഹിമയിൽ നിന്നു രാജകുമാരി ബലിപീഠത്തിൽ കൂടുചമയ്ക്കും. പ്രാവുകണക്കെ തിരുസഭ നിൽപ്പൂ. കൂടുതകർത്താക്കളെയെല്ലാം കുരുതി കഴിക്കാൻ സർപ്പമണഞ്ഞു. കർത്താവേ നിന്റെ നിലത്താൽ നേടിയ സഭയെ കൈവെടിയല്ലേ. കടലിൽ യാത്ര ചെയ്യുന്നവർ ആഴികടക്കും വർത്തകരെ പോൽ ഊഴിയിലെങ്ങനെ നീങ്ങുന്നു നാം. കരയെത്തുമ്പോൾ ധനമില്ലാത്തോ കരയും മറ്റവർ ആനന്ദിക്കും. ശാശ്വതമാം ധനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും. നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തിരസ്കരിക്കരുതേ. അന്തിമ ദിവസം ഭക്തിഗണത്തിൻ ചെയ്തികൾ തൂക്കിയളക്കുന്നേരം സ്ത്രീത്വത്തിങ്കൽ ദൃഢവിശ്വാസം പാലിച്ചവരാം ഞങ്ങൾക്കെല്ലാം ആനന്ദത്തിൻ വേദന തിങ്ങിയ ജീവിതയാനം പെട്ടെന്നങ്ങു നിലച്ചു കഴിഞ്ഞു. കർത്താവേ നിൻ കൽപ്പനയാലേ അന്തിമയാത്ര പറഞ്ഞു കഴിഞ്ഞു. വിധി ദിവസം നിൻ വിളി കേൾക്കുമ്പോൾ സന്നിധി അണയാൻ വരമരുടേണം. നീതിമാനും സത്യമുള്ളവനും യൗനാനേകിയ സന്ദേശത്താൽ നിനിവേ നഗരി മനസ്സു തിരിഞ്ഞു. അനുരാഗത്തോടു ചാക്കുമുടുത്ത ജനമെല്ലാം ഉപവാസമിരുന്നു. കരുണാനിധിയാമുലകിന്നാഥൻ പൊറുതി നമുക്കും നൽകുന്നോനം. ജനങ്ങളെ നിങ്ങളെല്ലാവരും ഇത് ശ്രവിക്കുവിൻ. ഉപവാസത്താൽ ഹന്നനിയായും കൂട്ടരുമന്നിരിത്തിയിൽ നടന്നു. ഉപവാസത്താൽ ദാനിയേൽ സിംഹഗണത്തിൻ വായ്കൾ പൂട്ടി. ഉപവാസത്താൽ മിശിഹാനാഥൻ നരകപിശാചിൻ അപജയമേറ്റി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ നീ അമ്പരവീഥിയിൽ അന്തിമനാളിൽ അന്ത്യവിധിക്കായി അണയുന്നേരം കനിവോടു ഞങ്ങളെ രക്ഷിക്കേണം. സിദ്ധന്മാരുടെ നെയ്യെത്തിയ നിത്യവിരുന്നി നടച്ചരുളേണം. ആദിമുതൽ എന്നേക്കുമാമേൻ.
നിത്യമകോന്നത മംഗളമോടെ കുരിശുവിയത്തിലുയർന്നു വരുമ്പോ ന്യായാധിപനാം മിശിഹാരാജൻ മേഘച്ചുരുളിലിറങ്ങി വരുമ്പോ അറുതി വരാത്തോരവികലമോദം പകരണമേ നീ ഞങ്ങൾക്കെല്ലാം. നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലായിരിക്കും എന്ന് നല്ല കള്ളനോട് വാഗ്ദാനം ചെയ്ത നീതിമാനും അനുഗ്രഹ സമ്പന്നനുമായ കർത്താവേ, നിന്റെ നീതി നടത്തപ്പെടുന്ന മഹനീയവും ഭീതിജനകവുമായ വിധി ദിവസത്തിൽ നിന്റെ സമൃദ്ധമായ അനുഗ്രഹം ഞങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. ജീവിതകാലത്ത് ഞങ്ങളുടെ ആലംബവും മരണശേഷം ഞങ്ങളുടെ പ്രതീക്ഷയുമായ മിശിഹായെ, നീ ആകാശത്തിലും ഭൂമിയിലും ആരാധ്യനാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നെൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നെൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. കേട്ടു നടുങ്ങി മനമിളകി തേടി വളർന്നിൻ സ്വരമിടറി മിഴിനീർ തൂകിയുണർത്തിച്ചു ഞാനൊരു നിമിഷമൊരുങ്ങട്ടെ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നെൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, സമയം തെല്ലും തന്നില്ല, മൃതിയുടെ പിടിയിലമർന്നു ഞാൻ നാഥാ നീതാനവലംബം. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നെൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. ഞങ്ങളുടെ ശരണവും ആശ്രയവുമായ ദൈവമേ, പാപങ്ങളും കടങ്ങളും പൊറുക്കുന്നവനെ, നിന്റെ മഹനീയമായ സ്ത്രീത്വത്തിന്റെ അഗ്രാഹ്യമായ അനന്തകാരുണ്യം അത്ഭുതാവകവും ആരാധ്യവുമാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എത്രത്തോളം നിന്റെ മുഖം എന്നിൽ നിന്ന് മറച്ചുവെക്കും. എത്രനാൾ എന്റെ ആത്മാവ് വേദനിക്കുകയും ഹൃദയം ദുഃഖിക്കുകയും ചെയ്യണം. എത്രനാൾ എന്റെ ശത്രു എന്റെ മേൽ ഉയർന്നു നിൽക്കും. എന്റെ ദൈവമായ കർത്താവേ, എന്നെ കടാക്ഷിക്കണമേ. എന്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യണമേ. മരണനിദ്രയിൽ നിവധിക്കാതെ എന്റെ മിഴികൾ പ്രകാശിപ്പിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ഉയർപ്പിച്ച് നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തണമേ. അനുഗ്രഹ സമ്പന്നനും പാപങ്ങൾ കുറക്കുന്നവനുമായ മിശിഹായെ, നിന്നെ പ്രസാദിപ്പിച്ച് നീതിമാന്മാരോടുകൂടെ ഇവരെയും നിന്റെ രാജ്യത്തിൽ മനോഹരമായ നിത്യമഹത്വം അണിയിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര,
നാമോദി പ്രകീർത്തിക്കുവിൻ. കാഹളനാദം കേൾക്കുമ്പോൾ ഉണരുന്നു മൃതരൊന്നാകെ. ബാവാപുത്രൻ റൂഹായ്ക്കും കീർത്തനഗാനം പാടുന്നു. രോഗങ്ങൾ അവൻ സുഖമാക്കും. നാശത്തിൽ നിന്നാദാമിൻ സുതരയുയർത്തിയ തിരുസൂനോ ജീവനിച്ചു പകർന്നുവനം ആകമണച്ചു നിർത്തണമേ. സ്വർഗത്തിൽ നിന്നയച്ചനെ രക്ഷിച്ചു. മർത്യഗണത്തിനു മൃത്യുവിൽ നിന്നറിയ വിമോചനമരുളീട. തൻ പ്രിയസുതനെ നിയോഗിച്ചോൻ ദൈവം നിത്യസമാരാധ്യൻ. ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. പാവനാകും കുരിശിനയിൽ അഭയം തേടുന്നവരെല്ലാം അക്ഷയമുന്നത മഹിമാവിൻ നിക്ഷേപത്തിനുടമകളാം. വരുവിൻ കർത്താവിനെ വാഴ്ത്താം. വരുവിൻ മൃതിയെ മൃതിയാലേ വിജയിച്ചവനെ വാഴ്ത്തിടാം. പുനരുത്ഥാനം നൽകുന്നോൻ ആരാധനയും കീർത്തനവും. എല്ലാവരും നിന്നെ പാർത്തിരിക്കുന്നു. അധ്വാനത്തിനു സമ്മാനം നേടാൻ നാദാമൃതരെല്ലാം നിന്നുടെ ആഗമദിനവും കാത്തക്ഷമരായി കഴിയുന്നു. നിന്റെ ശോഭയിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. വാരൊളി ചൂഴ്ന്നു വിരാജിക്കും സിദ്ധരെ നോക്കി നിരാശന്മാർ. പാപികൾ പറയും കർത്താവേ നിൻവിധി സത്യം ന്യായവുമാ. ദൈവകൽപ്പന അവർ നിരസിച്ചു. ആദിയിലാമാദത്തിൻ താപം മൂലം ഭൂലോകം പ്രീതിയുടെ പിടിയിലമർന്നരലിൻ നടുവിൽ താണു നരകത്തം. ദൈവമേ നീ സ്തുത്യർഹനാകുന്നു. മിശിഹാരണ്ടാമാദമിതാ മരണം മൂലം മരണത്തെ വിജയിച്ചൊടുവിലുയർത്തപ്പോൾ മർത്യനു ശരണം കൈവന്നു. നീതിയുടെ വാതിൽ തുറക്കണമേ. പശ്ചാത്താപം കൊള്ളുകയാൽ കള്ളനു മാപ്പു കൊടുത്തല്ലോ. നാഥാപാപികൾ ഞങ്ങൾക്കായി കൃപയുടെ വാതിൽ തുറക്കണമേ. അവൻ നിന്റെ നാഥനാകുന്നു. ദൈവത്തിൻ തിരുമാതാവേ കന്യാമേരി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. സുതനൊടു നീ ദൈവാനുഗ്രഹമെന്നെന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇരുളിൽ മുങ്ങിയ ഹൃദയങ്ങൾ വിശ്വാസത്തിൻ പ്രഭയാലെ ഉജ്ജ്വലമാക്കിയ സകലേശ പാടി നമിക്കുന്നു. ആദിമുതൽ എന്നേക്കുമാമേൻ. ആരാധകരുടെ അർത്ഥനകൾ നിൻ തിരുസന്നിധിയണയട്ടെ. ദുഷ്ടപിശാചിൻ വഞ്ചനകൾ നാദാനങ്ങൾ തകർക്കട്ടെ. നിന്റെ പാപങ്ങൾ പൊറുത്തിരിക്കുന്നു എന്ന് പാപിനിയോട് അരുളി ചെയ്ത് അവളെ ആനന്ദിപ്പിച്ച കർത്താവേ, അപമംഗലമായി ഈ ലോക ജീവിതത്തിന് ശേഷം സമാധാനത്തോടെ യാത്ര പുറപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മരണശേഷം മഹത്തായ പുനരുത്ഥാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. നിന്റെ പരിപാലനത്തെ നിരന്തരം പുകഴ്ത്തുവാനായി ഞങ്ങളെ നിന്റെ സന്നിധിയിൽ ചേർക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. യോവാറാശിന്റെ പുത്രിയെ ഉയർപ്പിച്ച് അയാളെ ആശ്വസിപ്പിച്ച കർത്താവേ, പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന നിന്റെ ദാസരെയും ആശ്വസിപ്പിക്കണമേ. അവരെ നിരാശരാക്കാതെ ഉത്ഥാനത്തിന്റെ പ്രതീക്ഷയാൽ ധൈര്യപ്പെടുത്തണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ജോസിയേട്ടൻ വഴി ദൈവം കൃപയായി എന്ന് മാത്രം ഞങ്ങളോട് പറയുകയാണ്. ജോസിയേട്ടൻ പുതിയ ചെറുമാൻ ചാർജ് എടുത്തതിന് ശേഷം വളരെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചുള്ളെങ്കിൽ പോലും ആ കാര്യങ്ങളെല്ലാം ആത്മാർത്ഥമായി ചെയ്യുവാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ജോസിയേട്ടൻ എല്ലാ കാര്യത്തിലും ഇവരുണ്ടായിരുന്നു. പള്ളിയുടെ അനുദിന കാര്യങ്ങൾ, അതുപോലെ തന്നെ ഫൊറൈനിലെ പരിപാടികളെല്ലാം ഇതൊക്കെ വളരെ തീഷ്ണതയോടുകൂടി അതേസമയം തന്നെ അവിടെ വന്ന് അന്വേഷിച്ച് എല്ലാം ചെയ്യുമായിരുന്നു. അതോടൊപ്പം ആത്മാർത്ഥതയോടെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയും ചെയ്യുമായിരുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ പള്ളിക്ക് ഒരു വലിയ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ കുടുംബത്തിനും അതുപോലെ തന്നെ വലിയ നഷ്ടമാണ്. നമുക്കറിയാം, കുടുംബത്തിലെ ജോസിയുടെ ഭാര്യ മേരി ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും പള്ളി വരുന്ന ചേച്ചിക്ക് ഇതൊരു ആഘാതമാണ് അറിയാം. എങ്കിൽ പോലും വളരെ വേദനയോടുകൂടി ആണ് ചേച്ചിയും ജോസിയേട്ടനെ യാത്രയാക്കുക. മക്കള് സജിയും സിജോയും, അതുപോലെ സജിയുടെ ഭാര്യ ജോഷിയും അബീനും അജിനും, മക്കള് അബീനും അജിനും അനീനായും, അതുപോലെ സിജിയുടെ ഭാര്യ നിമ്മിയും കൊച്ച് അൻമേരിയും ഒക്കെ ഇവരോടൊക്കെ വലിയ സ്നേഹമായിരുന്നു ജോസിയേട്ടൻ. ഒത്തിരി പ്രത്യേകിച്ച് കൊച്ചുമക്കളോട് വലിയ കാര്യമായിരുന്നു. എനിക്കതറിയാം, ഞാനത് അനുഭവിച്ചതാണ്. അപ്പോൾ ഈ മക്കളോടുമുള്ള വലിയ സ്നേഹം, അതിന്റെ പേരിൽ സർവേശ്വരൻ തീർച്ചയായിട്ടും സമ്മാനത്തിന് അർഹനാക്കുമെന്ന് വ്യക്തമായിട്ടറിയാം. പല സഹോദരങ്ങളെന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു ജോസിയേട്ടന്. ബേബി, ചാക്കോ, ഫിലിപ്പ്, സാലി, തോമസ്, അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ എല്ലാം അവരോട് വലിയ താല്പര്യമായിരുന്നു. സഹോദരങ്ങളുടെ കാര്യം എന്ന് പറയുമ്പോൾ 100 നാക്കായിരുന്നു ജോസിയേട്ടന്. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കി തന്ന വ്യക്തി കൂടിയാണ് ജോസിയേട്ടൻ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പള്ളിയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമായി ഞാൻ കരുതുകയാണ്. എന്നിരുന്നാലും നിത്യസമ്മാനത്തിന് ദൈവം വിളിക്കുമ്പോൾ പോകണമല്ലോ. നിത്യസമ്മാനം ലഭിക്കുവാൻ പ്രത്യേകിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ജോസിയേട്ടന്റെ ആത്മാർത്ഥത, അതുപോലെ സ്നേഹം, അതുപോലെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യുവാനുള്ള മനസ്സ്, ഇതെല്ലാം ജോസിയേട്ടനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു. അതൊക്കെ നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കുടുംബാംഗങ്ങൾക്ക് പ്രത്യേകിച്ച് അനുശോചനം ഞാൻ അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ മുൻവികാരിയച്ഛൻ സുല്ലച്ചൻ വന്നു. ജോസിയേട്ടൻ്റെ ഭരണവിരാളിപ്പോഴുകൂടി വന്നു. എത്രമാത്രം സ്നേഹമുണ്ടായിരുന്നു ഉള്ളതുകൊണ്ടാണ് വന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും പേരിൽ ഞാൻ ഈ ചുമതല ഇടവകയുടെ നാമത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. നമുക്ക് ഇപ്പോൾ സംസ്കാര ശുശ്രൂഷയിലേക്ക് കടക്കാം. സർവേശ്വരൻ നമ്മളെല്ലാവരെയും ഉപയോഗിക്കട്ടെ. ജോസിയേട്ടന് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അനുഗ്രഹിക്കുന്ന പാപികളുടെ നിത്യസംഗതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പരിണയെ ആശീർവദിക്കണമേ. ഈ ജലത്താൽത്തന്നെ വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ,
അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ചന്ദ്രത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, മഹനീയമായ തത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവനെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാവും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹമുണ്ടായിരിക്കും. മനുഷ്യജീവനം പുൽക്കൊടിക്ക് തുല്യമാവുന്നു. മരിച്ചവരെ അർപ്പിക്കുന്നവനെ നാമത്തിൽ സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. അങ്ങയുടെ പ്രധാനമായ ഉദാഹരണം വഴി നവീകരിക്കുന്നതിനുമായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും ഓർക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു. അത് ആർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ അർപ്പിക്കുന്നവനെ എന്റെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവനെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവനോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യക്തം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങൾ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായെന്നിൽ വിശ്വാസം നിക്ഷേപിക്ക
ദിവസമുയർപ്പേറും. നീതിമാൻ വിചാരം പ്രസംഗിക്കുന്നു, പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മർത്യത പുണരുന്ന ക്ഷയമുള്ളവരക്ഷയരാകും. മർത്യരേവം സകലേശൻ നിരന്തരം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവേ വാഴ്ത്തി പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദിമുതൽ എന്നേക്കുമാമേ. മഹിമയോടന്തിമവിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ലവനൊത്തുമലം ഭാഗേ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരെ, പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വിരാശിക്കാം. എന്റെ സഹോദരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് മരിച്ചവർക്ക് മുമ്പേ കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമാലയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നേണ്ടി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിക്കുകയും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന കേൾക്കട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെയും പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന സഹോദരി സഹോദരന്മാരെ, മരണം വഴി നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ മുടക്കോടിൽ ജോസിയേട്ടന്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അനുശോചനം അറിയിക്കുവാനും പ്രാർത്ഥനകൾ നേർന്ന് കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുവാനും ഒക്കെയായിട്ടാണ് നാം എല്ലാവരും ഈ ഭവനത്തിന്റെ മുറ്റത്ത് ഒന്നിച്ചുകൂടിയിരിക്കുക. തന്റെ പ്രിയപ്പെട്ട ജീവിതസഖിയുടെ വേർപാട് മേൽച്ചേച്ചിക്ക് താങ്ങാനാവാത്തതാണ്. തന്റെ പ്രിയപ്പെട്ട അപ്പച്ചന്റെ വേർപാട് മക്കളായ സജിക്കും സിജിക്കും സിജോയ്ക്കും ഏറെ വിഷമമുളവാക്കുന്ന കാര്യമാണ്. കുടുംബാംഗങ്ങളെല്ലാവരും ഈ വിഷമത്തിൽ പങ്കുചേരുന്നു. നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം നിലവിലെ നമ്മുടെ കൈക്കാരൻ കുറച്ച് കാലത്ത് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും ഇടവക സമൂഹം മുഴുവനും ഈ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ആശ്വാസ വചനങ്ങളും നമുക്ക് കുടുംബാംഗങ്ങൾക്ക് കൊടുത്തുകൊണ്ട്
ദൈവത്തിന്റെ ഒരു വലിയ പദ്ധതിയാണെന്ന് മനസ്സിലാക്കുവാൻ, ദൈവത്തിന്റെ വിളിക്ക് സ്വയം നമുക്ക് കീഴ്പ്പെടുവാനായിട്ട് ഇവിടെ തയ്യാറാകണം. ഓരോ മരണവും ദൈവനിശ്ചയമായതുകൊണ്ട് ദൈവം നിശ്ചയിക്കപ്പെടുന്ന സമയങ്ങളിൽ നാം എല്ലാവരും വിളിക്കപ്പെടേണ്ടവരാണ്. അതുകൊണ്ട് ഈ മരണവും സമചിത്തതയോടെ അംഗീകരിക്കുവാൻ കുടുംബാംഗങ്ങളും ബന്ധുക്കളും നമുക്ക് എല്ലാവർക്കും ശ്രദ്ധിക്കാം. ജോസേട്ടന്റെ മരണം ഒരുപാട് ചിന്തകൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. നാം എല്ലാവരും മരണമെന്ന പ്രതിഭാസത്തിന് വിധേയപ്പെടേണ്ടവരാണ്. ക്ഷണിക്കാതെ വരുന്നു, അത് വിടാതെ നമ്മളെ കൂടെ കൊണ്ടുപോവുകയും ചെയ്യും. നമുക്ക് വേണമെങ്കിൽ മരണത്തെ ഇപ്രകാരം ചുരുക്കാം. ഈ ലോക ജീവിതത്തിൽ നമ്മുടെ സുഖസൗകര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുന്നു, നമ്മുടെ ശരീരത്തെ നമ്മൾ ഉപേക്ഷിക്കുന്നു, നമ്മൾ നേടിയെടുത്ത സ്വത്തുക്കളും പണവും എല്ലാം നമ്മൾ ഉപേക്ഷിക്കുന്നു, നമ്മുടെ അധികാരവും നമ്മുടെ സ്ഥാനമോഹങ്ങളും എല്ലാം നമ്മൾ ഉപേക്ഷിച്ച് നമ്മെ അയച്ച പൊന്നുതമ്പുരാന്റെ അടുക്കിലേക്ക് യാത്രയാകുന്ന ഒരു പ്രതിഭാസമാണ് മരണം. ഗുരുക്കന്മാരിങ്ങനെ പറയാറുണ്ട്, ദൈവം ഈ ഭൂമിയിലേക്ക് നമ്മെ അയക്കുന്നു. അയച്ചവന്റെ അടുക്കിലേക്ക് നമ്മെ കൊണ്ടുപോകുവാനായിട്ട്, അല്ല തിരികെ പോകുവാനായിട്ട് അയച്ചവൻ അയക്കുന്ന വാഹനമാണ് മരണം. മരണത്തിൽ നമ്മൾ യാത്ര ചെയ്യുകയാണ്. ജോസിയേട്ടനും മരണമെന്ന വാഹനത്തിൽ കയറിയെന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ നമുക്ക് മുമ്പേ കയറിയെന്ന് മാത്രമേ ഉള്ളൂ. തന്നെ അയച്ച പിതാവിന്റെ അടുക്കിലേക്കുള്ള യാത്രയായിട്ട് നമുക്കിതിനെ കണ്ടുകൊണ്ട് ഈ മരണത്തെ നമുക്ക് അംഗീകരിച്ച് പ്രാർത്ഥനയോടുകൂടി നല്ലൊരു യാത്രയപ്പ് പിതാവായ ദൈവത്തിലേക്ക് നമുക്ക് ജോസിയോട് കൊടുക്കുവാനായിട്ട് ശ്രദ്ധിക്കാം. ഈ ലോകത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും നന്മ. ജോസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ പള്ളിയിലെ ഇപ്പോഴത്തെ കൈക്കാരനായിരുന്നു. ഞാനാണ് പൊതുയോഗം വിളിച്ചുകൂട്ടിയത്. പൊതുയോഗ മധ്യത്തിൽ ജോസിയേട്ടന്റെ പേര് നിർദ്ദേശിച്ചപ്പോഴത്തേക്കും വളരെ സന്തോഷത്തോടു കൂടി ജോസിയേട്ടൻ സ്മരിക്കുകയും തന്റെ ശുശ്രൂഷകൾ വളരെ ഭംഗിയായ രീതിയിൽ കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. ജോസിയേട്ടനെ നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ ചെറുപ്പത്തിൽ തന്നെ കരട് ഷാപ്പിലെ ജോലിയായിരുന്നു. അതുകൊണ്ട് തന്നെ ചില ബലഹീനതകൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ബലഹീനതകൾക്കാൾ ഉപരി ഒരുപാട് നന്മകൾ ഈ ജോസേട്ടന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എനിക്കറിയാം, നല്ലൊരു ഭാര്യ മേരി ചേച്ചി. ഇനി ജോസേട്ടൻ എത്ര മദ്യപിച്ചാൽ പോലും, എത്ര വഴക്കുണ്ടാക്കിയാൽ പോലും വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ജോസേട്ടനെ സ്നേഹിക്കുകയും കുടുംബത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ഈ മാതാപിതാക്കൾക്ക് സാധിച്ചു എന്നുള്ളത് ജോസേട്ടന്റെ വലിയൊരു നന്മയായിട്ട് നമ്മൾ കാണണം. ഈ വീട്ടിൽ വരുമ്പോഴത്തേക്കും ജോസിയുടെ സ്നേഹം എന്ന് പറയുന്നത് വൈദികരോട് മാത്രമല്ല, സിസ്റ്റേഴ്സോട് മാത്രമല്ല, തന്റെ കൊച്ചു മക്കളോട്, ഈ വീട്ടിലേക്ക് കെട്ടിവന്നിരുന്ന ഭാര്യമാരോട് ഒക്കെ ജോസിയേട്ടൻ കാണിക്കുന്ന ആദരവും സ്നേഹവും ഒക്കെ നമ്മളിവിടെ തീർച്ചയായിട്ടും എടുത്ത് ചിന്തിക്കേണ്ട കാര്യമാണ്. 2 വർഷം മുമ്പ് ജോസിയേട്ടൻ ആഗ്രഹം തോന്നി, തന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തണം, ഒരു ഒരുക്കം ആവശ്യമാണ്. ഒരുപക്ഷെ മേരി ചേച്ചിയുടെയും മക്കളുടെയും ഒക്കെ പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കാം ഒരു ധ്യാനമൊക്കെ കൂടി ശരിക്കും ഒരുങ്ങി 1 വർഷത്തോളം ഒരു ആത്മീയമായ ജീവൻ നയിക്കുവാനായിട്ട് ജോസിയേട്ടൻ സാധിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും ദൈവദർശനത്തിൽ അത് കൂടുതൽ സ്വീകാര്യമായി മാറട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ അടുത്ത കാലത്തും ജോസിയേട്ടന് ആഗ്രഹമുണ്ടായിരുന്നു ഒരു മാറ്റം. നമുക്ക് ഓരോ ഓർമ്മ ഉണ്ടാകാം. കഴിഞ്ഞ ഈസ്റ്ററിന് നമ്മൾ ഈസ്റ്റർ സമ്മാനം നറുക്കിട്ടെടുത്തപ്പോൾ ജോസിയേട്ടന്റെ പേരാണ് വീണത്. അന്ന് ജോസിയേട്ടൻ എന്നോടൊന്ന് പറഞ്ഞു, അച്ഛാ, ദൈവം എന്തൊക്കെയോ എന്നും ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ എന്റെ പേര് ഇവിടെ നറുക്കെടുക്കപ്പെട്ടത്. അതുകൊണ്ട് അന്ന് ജോസിയേട്ടൻ ഞാൻ പറഞ്ഞു, ജോസ് നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത വർഷത്തെ കൈക്കാരാണ് ജോസിയേട്ടൻ നേരിടുക. ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഒരുക്കം തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. നമ്മൾ ചില ബലഹീനതകൾ മാറ്റാൻ പറ്റും. ദൈവദിവസത്തിൽ നമുക്ക് കൂടുതൽ സ്വീകാര്യമായി മാറാൻ പറ്റും. ഒരുപക്ഷെ ഈ വക ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ടാകാം വളരെ സന്തോഷത്തോടു കൂടി കൈകാര സ്ഥാനം ഏറ്റെടുത്ത് ഇടവകയോടും ബഹുമാനപ്പെട്ട അച്ഛൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അച്ഛനോടുമൊക്കെ വളരെ വിധേയത്വവും സ്നേഹവും പ്രകടിപ്പിച്ച് ചുരുങ്ങിയ കാലം കൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് ശുശ്രൂഷ ചെയ്യുകയാണ്. നമുക്കറിയാം, ബൈബിളില് ദൈവം 5 ചെയ്ത് തനിക്ക് ദൈവം നൽകിയ താലന്ത് വർദ്ധിപ്പിക്കുവാനായിട്ട് ശ്രദ്ധിക്കുകയാണ്. ഇവിടെ കൈകാരസ്ഥാനം ലഭിച്ചത് വഴിയൊക്കെ ജോസിയേട്ടൻ തന്റെ താലന്ത് വർദ്ധിപ്പിക്കുവാനായിട്ട് ശ്രദ്ധിക്കുകയാണ്. ഈ ഒരു വേർപാട് നമ്മെ ദുഃഖം ഉളവാക്കുന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് നന്മകൾ ബാക്കി വെച്ചിട്ട്, മാതൃകൾ ബാക്കി വെച്ചിട്ടാണ് യാത്രയായിരിക്കുക. ജോസിയേട്ടൻ ഇടവകയോടും കുടുംബാംഗങ്ങളോടും കാണിച്ച സ്നേഹവും ഈ മാതൃകയുമൊക്കെ നമുക്ക് സ്വായത്തമാക്കാം.
നമുക്കറിയാം മുഴക്കോട് കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കേറെ വർഷമുണ്ട്. സഹോദരങ്ങളായ ഫിലിപ്പേട്ടനും ചാക്കോയ്ക്കും ബേബിക്കും തോമസ് സാലിച്ചേച്ചി ഇവർക്കൊക്കെ വിഷമമുണ്ടെങ്കിലും ഇവരുടെ കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ജോസിയേട്ടനാണ് ഈ കുടുംബത്തെ ഒന്നിപ്പിച്ചു കൊണ്ടുപോയത്. ചെറിയ പരിപാടികൾ ഉണ്ടായിക്കൊണ്ടേ ഇവരെല്ലാവരും ഒന്നിച്ചു വിടുമായിരുന്നു. മക്കളും കൊച്ചുമക്കളും സഹോദരനും എല്ലാം ഒന്നിച്ചുകൂടി തമാശ പറഞ്ഞ് സ്നേഹം പങ്കിടുന്ന കാര്യത്തിൽ ജോസിയേട്ടന് വലിയൊരു നേതൃത്വ വാസന ഉണ്ടായിരുന്നു. കുടുംബാംഗങ്ങളെ ഒന്നിപ്പിക്കുന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും ഇനി മറ്റു മക്കള് സഹോദരങ്ങളൊക്കെ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ജോസിയേട്ടൻ നമുക്ക് നൽകിയ ഈ കുടുംബ സ്നേഹം, ഒന്നിപ്പിക്കുന്ന ഈ സ്നേഹം, അതിന്റെ യാതൊരു വ്യത്യാസവും കൂടാതെ നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ അടുപ്പിക്കുവാനും കൂട്ടിയിണക്കുവാനും അങ്ങനെ ഒറ്റ ഒരു സഹോദര സ്നേഹത്തില് ഒരു കുടക്കീഴിൽ അണിനിരക്കുന്ന കുടുംബമായിട്ട് ഇനിയും ഈ കുടുംബാംഗങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അതും ജോസിയേട്ടന്റെ മാതൃക നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ചില ബലഹീനതകളൊക്കെ ജോസിയേട്ടൻ ഉണ്ടായിട്ടുണ്ട്, ചില കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം. അതെല്ലാം ഈ യാത്രയിൽ നീങ്ങിപ്പോകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജോസിയേട്ടന്റെ ഒരു കാര്യത്തിൽ ചില കാര്യങ്ങൾ കൃത്യനിഷ്ഠ ഉണ്ടായിരുന്നു. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥനയുടെ കാര്യത്തിൽ അപ്പന്മാര് മരിച്ച ഡേറ്റില് അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വേർപെട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റില് കൃത്യം പള്ളിയിൽ വന്ന് 2 ദിവസം മുമ്പേ വന്ന്, അത് വഴിവെച്ചല്ല, കറക്റ്റ് മുറിയിൽ വന്ന് ഡയറി എടുത്ത് എഴുതിപ്പിച്ച് ആ ദിവസം പള്ളിയിൽ വന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൃത്യനിഷ്ഠ പിന്നീട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഉള്ളത് സമർപ്പിക്കുവാനായിട്ട് യാതൊരു മടിയും കൂടാതെ, അത് ഉൽപ്പന്ന പിരിവായിക്കോട്ടെ, പള്ളിയുടെ പിരിവായിക്കോട്ടെ, എന്ത് പിരിവായിക്കോട്ടെ, വളരെ കൃത്യമായിട്ട് തനിക്ക് ഉള്ളത് സമർപ്പിക്കുവാനായിട്ടുള്ള വലിയൊരു കഴിവ് തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഇദ്ദേഹത്തെ ഓർക്കാം. ബലഹീനതകള് കുറവുകളൊക്കെ മാറിപ്പോകാൻ നമുക്ക് ഓർക്കാം. അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്ക് വേണ്ടി തുടർന്നുള്ള പ്രാർത്ഥന ശുശ്രൂഷകൾ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോ വിശുദ്ധ കുർബാനയിലും തീർച്ചയായിട്ടും നമുക്ക് നൽകിയ മാതൃക പോലെ വിശുദ്ധ കുർബാനകൾ പങ്കെടുക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയോടൊപ്പം ജോസിയുടെ ആത്മശാന്തിക്ക് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുവാനായിട്ട് കുടുംബാംഗങ്ങൾ ശ്രദ്ധിക്കുക. പരസ്പരം പ്രാർത്ഥിച്ച് കുടുംബാംഗങ്ങളെ നമുക്ക് ആശ്വസിപ്പിച്ച് നമുക്ക് ജോസിയുടെ സന്തോഷത്തോടുകൂടി ദൈവദൃഷ്ടത്തിലേക്ക് യാത്രയാക്കുവാൻ പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. എല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ തന്നെ കർത്താവേ ഈ ആത്മാവിന്റെ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, അങ്ങയുടെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധന്മാരെ നിയോഗിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാഹുൽ തായിൽ നിന്ന് മൂല്യമായ രക്തം ചിന്തിയ ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുദാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്ത് അങ്ങയുടെ മാത്രത്തിന്റെ പ്രതയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് വാശി നൽകുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ലാസറിന്റെ മനസ്സിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാവങ്ങൾ കൊടുക്കുന്നവരുമായ മിശിഹായെ, അങ്ങയുടെ ദാസന്റെ പാവങ്ങൾ കൊടുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മകനീയമായ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവനെയും മരണത്തിന്റെയും നാഥനും പിതാവുപുത്രനും വിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുതനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവനെയും മരണത്തിന്റെയും നാഥനും പിതാവുപുത്രനും വിശുദ്ധാത്മാവുമായ സർവേശ്വര, മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാ, നീ
എന്തിനു കരയുന്നു വ്യാകുലമാനസനായി എന്തിനു നീറുന്നു തിരമാലകളാൽ തിങ്ങി മറിഞ്ഞിളകും കടൽ പോലെ ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ പാവമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു മരണം വരുമൊരു നാളോർക്കുക മർത്യാനി കൂടെ പോരും ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലോണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. വളരെ നമ്മൾ ശരീരം വഹിച്ചുകൊണ്ട് ദേവാലയത്തിലേക്ക് പോവുകയാണ്. വഴിയുടെ വലതുവശം ചേർന്ന് പോകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധമായ ഒരു ചടങ്ങായി നമ്മളിതിനെ സ്വീകരിക്കുകയും നമ്മളെല്ലാവരും പങ്കുകൊള്ളുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ആദ്യം ദേവാലയത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ദേവാലയത്തിലെ അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം നരനരുളീല കഴിവില്ലാത്തോൻ പാർപ്പിടമേ കൃപയുടെ നാട്ടിൽ നിത്യവരും നിന്നണയട്ടെ ഞാൻ അന്തിമയാത്ര. പരിപാവനമാ ദൈവിക ഭവനം
എല്ലാവരും ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുക. ഇവിടെ ആരും നിൽക്കുവാൻ പാടില്ല. ഇവിടെ ആരും നിൽക്കുവാൻ പാടില്ല. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുക. പുറത്തേക്ക് ഇറങ്ങി ലൈനായിട്ട് പോവുക. കുരിശ് അതുപോലെ കുടകൾ എടുക്കുക. കുരിശ് കുട എടുത്തുകൊണ്ട് പള്ളിയിലേക്ക് പോകാൻ റെഡിയാവുക. ടീച്ചർമാർ കമ്മിറ്റിക്കാരും അത് എത്രയും പെട്ടെന്ന് അറിയിച്ചു ചെയ്യും. ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോട് തുറന്നിടാം. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാം. കരയുന്നോ നിങ്ങൾ എന്തിനായി? ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാം. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാം. ദേഹമെന്നൊരാ വസ്ത്രമോരി ഞാൻ ആറടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ, മാലാഖമാരും ദൂതരും പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാം. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാം. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവിനോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, ശബ്ദമുയർത്തുമ്പോൾ ഭൂമി കുലുങ്ങി, മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ വിളരും, മൃതരുടെ എഴുന്നേൽക്കും.
ജീവനവർക്കേകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സാധനമേവം സുതനും റൂഹായിക്കും കീർത്തനമെന്നും ഞങ്ങൾ അണയ്ക്കുന്നു. വിശ്വാസത്തോടു കൂടെ ഈ ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽകൃത്യങ്ങളാ ദൈവത്തെ പ്രസാദിപ്പിച്ച ഇയാളെ ദൈവം തന്നെ നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർത്തുകയുള്ളവർക്ക് സുഖവാദ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യകാമരന്റെ പ്രാർത്ഥനയാലും നിശ്ചികാവരോടുകൂടെ ഇയാളത്തിന്റെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. തല പടിഞ്ഞാറോട്ട്